ഹായ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് വീണ്ടും മൂവി സജഷൻസുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കുറച്ച് ത്രില്ലർ മൂവീസ് ആണ്. അണ്ടർ റേറ്റഡ് എന്ന് പറയാവുന്ന എന്നാൽ വളരെ എൻഗേജിംഗ് ആയ സ്റ്റോറി ടെല്ലിങ്ങും മേക്കിങ്ങും കൊണ്ട് നമ്മളെ തുടക്കം മുതൽ തീരുന്നവരെ പിടിച്ചു നിർത്തുന്ന ചില മികച്ച ത്രില്ലർ ഫിലിംസ്. അപ്പൊ ഏതൊക്കെ ഫിലിംസ് ആണെന്ന് നോക്കിയാലോ? നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുമ്പോഴേക്കും നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. കം. അപ്പോ ചില മൂവീസ് അവ ഇറങ്ങിയപ്പോ ഹോം ബോക്സ് ഓഫീസിൽ സക്സസ് ആയിട്ടുണ്ടാവാം. കണ്ടവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ചിത്രങ്ങളും ആവാം. പക്ഷെ ക്വാളിറ്റിയിലും കോണ്ടന്റിലും അവയുമായി വളരെ സിമിലർ ആയ ഫേമസ് സിനിമകളുടെ അത്രയും പോപ്പുലാരിറ്റി അവയ്ക്ക് മറ്റ് രാജ്യങ്ങളിൽ കിട്ടിയിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ ചിലപ്പോ വിജയിക്കാനുള്ള എല്ലാ എലിമെന്റ്സും ഉണ്ടായിട്ടും എന്തോ കാരണങ്ങളാൽ ബോക്സ് ഓഫീസിൽ തകർന്നടിഞ്ഞ സിനിമകളും ആവാം. ത്രില്ലേഴ്സ് ഡിസ്കസ് ചെയ്യുമ്പോൾ പല കോൺവെർസേഷനിലും അധികം പറഞ്ഞു കേൾക്കാത്ത എന്നാൽ മസ്റ്റ് വാച്ച് എന്ന് തന്നെ പറയാവുന്ന തരത്തിലുള്ള 5 ഫിലിംസ് ആണ് ഇന്നത്തെ ലിസ്റ്റിൽ. നമുക്ക് 5th മൂവി തൊട്ട് നോക്കാം. ബോസ്റ്റണിൽ ഹോമിസൈഡ് ഡിവിഷനിലെ ഒരു ഡിറ്റക്റ്റീവ് ആണ് തോമസ് ക്രാവൻ. ഏറെക്കുറെ ഏകാന്തമായ ഒരു ജീവിതമാണ് അയാളുടേത്. അയാൾ ഒരുപാട് മിസ് ചെയ്തിരുന്ന ഒരേ ഒരു മകൾ ഏറെ കാലത്തിന് ശേഷം അദ്ദേഹത്തിനോടൊപ്പം താമസിക്കാൻ അവിടേക്ക് വരുന്നു. പക്ഷെ അവൾ അവിടെ എത്തിയ അന്ന് വൈകുന്നേരം തന്നെ അവർക്കെതിരെ ഒരു അറ്റാക്ക് ഉണ്ടാവുകയും മകൾ വെടിയേറ്റ് കൊല്ലപ്പെടുകയും ചെയ്യുന്നു. ഹോമിസൈഡ് ഡിറ്റക്റ്റീവ് ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും തോമസിനെതിരെ നടന്ന ഒരു അറ്റാക്ക് ആയിരുന്നു ഇതെന്നും അദ്ദേഹത്തിന് പകരം മകൾ ബലിയാടായതാണെന്നും എല്ലാവരും വിശ്വസിക്കുന്നു. പക്ഷെ തുടർന്ന് നടക്കുന്ന ചില സംഭവങ്ങളിലൂടെ അറ്റാക്ക് ചെയ്തവരുടെ ലക്ഷ്യം മകളായ എമ തന്നെ ആയിരുന്നു എന്ന് തോമസിന് മനസ്സിലാവുന്നു. ഇതിനു പുറകിലെ കാരണങ്ങളും ദുരൂഹതകളും കണ്ടുപിടിക്കാനും പ്രതികാരം ചെയ്യാനുമായി പിന്നീട് അദ്ദേഹം നടത്തുന്ന എഫേർട്സ് ആണ് 2010 ഇറങ്ങിയ സാക്ഷാൽ മെൽ ഗിബ്സൺ ലീഡ് റോളിലെത്തിയ കോൺസ്പിറസി ആക്ഷൻ ത്രില്ലറായ എഡ്ജ് ഓഫ് ഡാർക്ക്നെസ് കാണിച്ചു തരുന്നത്. ടഫ് ആൻഡ് ഡാർക്ക് ആയ ഡിറ്റക്റ്റീവ് ആക്ഷൻ ഫിലിംസ് കാണാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ മിസ് ചെയ്യാൻ പാടില്ലാത്ത ഫിലിമാണ്. കാണാൻ ശ്രമിക്കുക. നമുക്ക് 4th മൂവി നോക്കാം. ഒരു മേജർ ഇൻവെസ്റ്റിഗേറ്റീവ് ഓപ്പറേഷന്റെ റിസൾട്ട് ആയിട്ട് FBI ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു. വളരെ ഡേഞ്ചറസ് ആയ cesium-137 എന്ന റേഡിയോ ആക്റ്റീവ് സബ്സ്റ്റൻസ് US-ലേക്ക് ഇല്ലീഗലി ഇമ്പോർട്ട് ചെയ്യപ്പെടുകയും അത് മോഷ്ടിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആൻഡ് അത് ഉപയോഗിച്ചുള്ള വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാവുന്ന ഒരു ബോംബ് നിർമ്മിക്കപ്പെട്ടേക്കാം. ഒരു ലോക്കൽ നാസിയും വൈറ്റ് സുപ്രമസി ആക്ടിവിസ്റ്റുമായ ഡാലസ് ഉൾഫിന് ഇതുമായിട്ട് ബന്ധമുണ്ടാകാം എന്നും ഇൻഫർമേഷൻ ലഭിക്കുന്നു. ഡാലസിന്റെ നാസി ഗ്രൂപ്പിലേക്ക് ഇൻഫിൽട്രേറ്റ് ചെയ്ത് കയറാനും കാര്യങ്ങൾ കണ്ടുപിടിക്കാനും ബ്യൂറോ അസൈൻ ചെയ്യുന്നത് ഹൈലി ക്ലാസിഫൈഡ് ടെററിസ്റ്റ് പ്ലോട്ട്സ് അൺകവർ ചെയ്യുന്നതിൽ സ്പെഷ്യലിസ്റ്റ് ആയ ചെറുപ്പക്കാരനും FBI സ്പെഷ്യൽ ഏജന്റും അനലിസ്റ്റുമായ നെയ്റ്റ് ഫോസ്റ്ററിനെയാണ്. വളരെ അഗ്രസീവായ രീതിയിൽ പ്രവർത്തിക്കുന്ന ആ ഗ്രൂപ്പിലേക്ക് നുഴഞ്ഞു കയറാനും അതിനുള്ളിൽ നിന്ന് വളർന്ന് ലീഡറായ ഡാലസ് ഉൾഫിന്റെ വിശ്വസ്തനായി വിവരങ്ങൾ ചോർത്താനും നെയ്റ്റ് കുറച്ചധികം തന്നെ കഷ്ടപ്പെടേണ്ടി വരുന്നു. കൂടാതെ ഇൻവെസ്റ്റിഗേഷന്റെ നിരന്തരമായ പ്രഷറും തന്റെ ഐഡന്റിറ്റി എക്സ്പോസ്ഡ് ആകുമോ പിടിക്കപ്പെടുമോ എന്ന ഭീതിയും അനുഭവിക്കേണ്ടി വരുന്നു. പല മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നുപോകുന്ന നെയ്റ്റ് ഫോസ്റ്റർ എന്ന ക്യാരക്ടറിനെ ഡാനിയൽ റാഡ്ക്ലിഫ് വളരെ ബ്രില്യന്റ് ആയി അവതരിപ്പിച്ച 2016 ക്രൈം ത്രില്ലർ ചിത്രമായ ഇംപീരിയൽ. ഇന്റൻസ് ആയ രീതിയിൽ മുന്നോട്ട് പോകുന്ന പ്ലോട്ടും അതിനൊപ്പം കുറച്ച് സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇഷ്യൂസ് കൂടി ഡിസ്കസ് ചെയ്യുന്ന തരം ത്രില്ലേഴ്സ് ഇഷ്ടപ്പെടുന്നവർ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത സിനിമയാണ്. കണ്ടു നോക്കുമല്ലോ. നമുക്ക് 3rd മൂവി നോക്കാം. ബ്രൂക്ലിനിൽ ഒരു സാധാരണ ജീവിതം നയിക്കുന്ന ബോബ് സാഗിനോസ്കി തന്റെ കസിൻ മാർ നടത്തുന്ന പബ്ബിൽ ബാർടെൻഡർ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ചെച്ചൻ മാഫിയ എന്നറിയപ്പെടുന്ന ഗാങ്സ്റ്റർ ഗ്രൂപ്പ് അവരുടെ ഇല്ലീഗൽ മണി ഡ്രോപ്പ് പോയിന്റ് ആയിട്ട് യൂസ് ചെയ്യുന്ന സ്ഥലം കൂടെയാണ് ഈ പബ്. പലപ്പോഴും ഇത്തരത്തിലെത്തുന്ന പണം സൂക്ഷിക്കേണ്ട ചുമതല കൂടി ബോബിന്റെയാണ്. പെട്ടെന്ന് ഒരു ദിവസം മുഖംമൂടി ധരിച്ച 2 പേർ പബ്ബിൽ എത്തുകയും തോക്ക് ചൂണ്ടി അവിടെ സൂക്ഷിച്ചിരുന്ന പണം കൈക്കലാക്കി രക്ഷപ്പെടുകയും ചെയ്യുന്നു. വന്നവരിൽ ഒരാളുടെ കയ്യിൽ കിടന്ന പൊട്ടിയ വാച്ചിനെ പറ്റി പോലീസിനോട് പറയുന്നത് കസിൻ മാർവിന് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. കാണാതായ പൈസ അന്വേഷിച്ച് ഈ ഗാങ്സ്റ്റേഴ്സ് അവിടെ എത്തി നിരന്തരമായി ഇവരെ ഭീഷണിപ്പെടുത്തുന്നതും പിന്നീട് ഇവരുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളുമാണ് പടത്തിന്റെ മെയിൻ തീം. ഇതോടൊപ്പം ആരോ ഗാർബേജിൽ ഉപേക്ഷിച്ച് ഇഞ്ചേർഡ് ആയ ഒരു പിറ്റ്ബുൾ പപ്പിയെ ബോബിന് കിട്ടുന്നതും അതിനെ സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് അയാൾ നാദിയ എന്ന സ്ത്രീയുമായി അടുക്കുന്നതും അവളുടെ എക്സ് ബോയ്ഫ്രണ്ടും കൂടെ ഉൾപ്പെടുന്നതുമായ ഒരു സൈഡ് പ്ലോട്ട് കൂടെയുണ്ട് ചിത്രത്തിൽ. ഒരു ഡീസന്റ് ക്രൈം ത്രില്ലറായ ദ ഡ്രോപ്പ് എന്ന ഈ 2014 ഫിലിം 100 മിനിറ്റിനടുത്ത് മാത്രം ഡ്യൂറേഷൻ ഉള്ള ഒരേ സമയം ബ്രൂട്ടലും ലെഷർലി മൂഡിൽ പോകുന്നതുമായ സിനിമയാണ്. ടോം ഹാർഡി ലീഡ് റോളിലെത്തുന്ന ഈ സിനിമ ദ ഗ്രേറ്റ് ആക്ടർ ജെയിംസ് ഗാൻഡോൾഫിനിയുടെ അവസാന ചിത്രം കൂടെയാണ് എന്നതും ശ്രദ്ധേയമാണ്. ഒരു ഗാങ്സ്റ്റർ ബാക്ക്ഡ്രോപ്പിൽ വരുന്ന എന്നാൽ ഒത്തിരി വലിച്ചു നീട്ടാതെ വേഗത്തിൽ കാര്യങ്ങൾ കാണിച്ചു പോകുന്ന ക്രൈം സിനിമകൾ ഇഷ്ടമുള്ളവർ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ ദ ഡ്രോപ്പ്. നമുക്കിനി 2nd മൂവി നോക്കാം. ബ്രസീലിലെ ഒരു ചേരി പ്രദേശം. അവിടുത്തെ മാലിന്യ കൂമ്പാരങ്ങളിൽ നിന്നും ഉപയോഗയോഗ്യമായ സാധനങ്ങൾ ശേഖരിക്കുന്ന ജോലി ചെയ്യുന്ന 3 കുട്ടികൾ. അങ്ങനെ പോകുന്നതിനിടയിൽ ഒരു ദിവസം യാദർശികമായി അവർക്ക് അതിനിടയിൽ നിന്നും ഒരു ബാഗ് കളഞ്ഞു കിട്ടുന്നു. കുറച്ചു പണവും മറ്റു വലിയ എന്തോ കാര്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടാവുന്ന തെളിവുകൾ ആയേക്കാവുന്ന ചില കാര്യങ്ങളും അടങ്ങുന്ന ഒരു ബാഗ്. ഇതിന്റെ പിന്നിലെ ദുരൂഹതകൾ കണ്ടുപിടിക്കാൻ കുട്ടികൾ ഇറങ്ങിത്തിരിക്കുന്നു.
അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ഒരു തീരുമാനമായിരുന്നു അത്. ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുന്ന അവരുടെ പിന്നാലെ ലോക്കൽ പോലീസ് കൂടെ ഉണ്ട്. പല സന്ദർഭങ്ങളിലും അവർ സാഹസികമായി പോലീസിൽ നിന്ന് രക്ഷപ്പെടുന്നു. അഴിമതിയിലും ക്രൂരകൃത്യങ്ങളിലും മുങ്ങി നിൽക്കുന്ന ആ നാടിനെ തന്നെ ഞെട്ടിക്കുന്ന ആ ബാഗിലടങ്ങിയ ആ രഹസ്യം ഈ കുട്ടികൾ കണ്ടെത്തുമോ ഇല്ലയോ എന്നതിനു പുറമെ അവരുടെ ജീവൻ തന്നെ രക്ഷപ്പെടുമോ എന്നത് ഒരേ സമയം വളരെ അഡ്വഞ്ചറസും അതേപോലെ ഇമോഷണലുമായി കാണിക്കുന്ന ചിത്രമാണ് 2014 ഇറങ്ങിയ ബ്രസീലിയൻ ക്രൈം ഡ്രാമ ത്രില്ലർ ഫിലിം ട്രാഷ്. മനോഹരമായ ബ്രസീലിയൻ ലാൻഡ്സ്കേപ്സ് കൂടെ ഉൾപ്പെടുത്തിയുള്ള സിനിമാറ്റോഗ്രഫി, മികച്ച മ്യൂസിക് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ, കുട്ടികൾ ഉൾപ്പെടെയുള്ള ആക്ടേഴ്സിന്റെ അഭിനയം ഇവയെല്ലാം ചേർന്ന് ഒരു ഗംഭീര സിനിമാറ്റിക് എക്സ്പീരിയൻസ് നൽകുന്ന ട്രാഷ് ഒരു പോർച്ചുഗീസ് ലാംഗ്വേജ് മൂവിയാണ്. ഇംഗ്ലീഷ് വേർഷൻ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും അവൈലബിൾ ആയി കണ്ടിട്ടില്ല. അതുകൊണ്ട് സബ് ടൈറ്റിൽസോട് കൂടി പോർച്ചുഗീസ് വേർഷൻ തന്നെ ആവും നിങ്ങൾക്കും കാണാൻ സാധിക്കുക. കണ്ടിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടെ പറയുമല്ലോ. നമുക്ക് ഫസ്റ്റ് മൂവി കൂടെ നോക്കാം. റിട്ടയർഡ് ലൈഫിലെ ഭൂരിഭാഗം സമയവും തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനോടൊപ്പം ചെസ് കളിച്ച് ചിലവഴിക്കുന്ന മിലിറ്ററി ബാക്ക്ഗ്രൗണ്ട്സ് ഉള്ള ഒരു വൃദ്ധൻ ലണ്ടനിൽ ഡ്രഗ് ഡീലേഴ്സും വയലന്റ് ആയ യൂത്ത് ഗാങ്സും സ്വൈര്യവിഹാരം നടത്തുന്ന ഒരു ഏരിയയിലാണ് അയാൾ ജീവിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റലൈസ്ഡ് ആയ ഭാര്യ അധികം വൈകാതെ ഒരു ദിവസം മരിക്കുന്നു. അവരുടെ മകളും ഏറെ മുമ്പ് തന്നെ അവരുടെ വെറും 13-ാം വയസ്സിൽ മരിച്ചുപോയതാണ്. പിന്നീട് അയാൾക്ക് ലൈഫിൽ ആകെ കൂട്ടിനുള്ള സുഹൃത്ത് മുമ്പ് പറഞ്ഞ ഡ്രഗ് ഡീലേഴ്സിനൊക്കെ എതിരെ നിലപാടുകൾ എടുക്കുന്നതിന്റെ പേരിൽ കൊല്ലപ്പെടുന്നു. ഈ സംഭവങ്ങളെ തുടർന്ന് ഇതിൽ നിന്നെല്ലാം അകലം പാലിച്ച് സമാധാനമായി ജീവിച്ചു വന്നിരുന്ന അയാൾ ഈ സംഘങ്ങൾക്കെതിരെ പോരാടാൻ ഇറങ്ങിത്തിരിക്കുന്നു. നിലവിലുള്ള തന്റെ ആരോഗ്യസ്ഥിതി വെച്ച് അയാളെ കൊണ്ട് പറ്റുന്ന തരത്തിൽ അദ്ദേഹം അവരെ നേരിടുന്ന രീതികൾ ഒട്ടും അമാനുഷികതകൾ ഇല്ലാതെ നമ്മളെപ്പോലെയുള്ള സാധാരണക്കാർക്ക് വളരെ വിശ്വാസയോഗ്യമായ രീതിയിൽ അതേസമയം ഇൻട്രസ്റ്റിംഗും സിനിമാറ്റിക്കുമായി തന്നെ കാണിച്ചു തരുന്നതാണ് 2009 ഇറങ്ങിയ ബ്രിട്ടീഷ് വിജിലാൻറ്റ് ആക്ഷൻ ത്രില്ലർ ഫിലിമായ ഹാരി ബ്രൗൺ. മമ്മൂട്ടി സിനിമകളും രജനീകാന്ത് സിനിമകളും ഇറങ്ങുന്ന സമയത്ത് നമ്മൾ സ്ഥിരം കേൾക്കാറുള്ളതാണ് ഒരു 70-കാരന്റെ അഴിഞ്ഞാട്ടം എന്നൊക്കെ. എന്നാൽ പൊതുവെ ഒരു പ്രായത്തിനപ്പുറം ആക്ഷൻ രംഗങ്ങളിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമുക്ക് വളരെ അടുപ്പം തോന്നുന്ന തരം കഥാപാത്രങ്ങൾ കണ്ടു ശീലിച്ചിട്ടുള്ള ഇപ്പോൾ 91 വയസ്സായ സാക്ഷാൽ മൈക്കൽ കെയ്ൻ അന്ന് തന്റെ 76-ാം വയസ്സിൽ അതിഗംഭീര പെർഫോമൻസ് കാഴ്ചവെച്ച സിനിമയാണ് ഹാരി ബ്രൗൺ. സ്റ്റൈൽ ഓവർ സബ്സ്റ്റൻസ് എന്ന് പറയാവുന്ന, എന്നാൽ സബ്സ്റ്റൻസ് അഥവാ കോണ്ടന്റ് കൊണ്ടും എന്റർടൈനിങ് തന്നെയായ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ മിസ്സാക്കരുത്. കണ്ടിട്ട് ഒപ്പീനിയൻസ് പറയാം. അപ്പോൾ അണ്ടർ റേറ്റഡ് എന്ന് പറയാവുന്ന പക്ഷെ നല്ല ദൃശ്യാനുഭവങ്ങൾ തീർച്ചയായും നൽകുമെന്ന് തോന്നിയ സിനിമകളിൽ 5 എണ്ണമാണ് സെലക്ട് ചെയ്ത് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചത്. ഇതുപോലെയുള്ള ഒട്ടനവധി ചിത്രങ്ങൾ ഇനിയും ഉണ്ട്. ഇനി വരുന്ന പല വീഡിയോസിലായി അവയെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാം. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.